ഫോമുകൾ പൂരിപ്പിക്കാൻ സഹായിക്കും. 20 രൂപ. അപേക്ഷ സമർപ്പിക്കാൻ 800 രൂപ. ബംഗാളിലെ നോർത്ത് 24 പർഗനാസ് ജില്ലയിൽ BJP ഒരു CAA ക്യാമ്പ് നടത്തി. റിജക്ഷൻ ഉണ്ടാകില്ല എന്ന ഗ്യാരണ്ടി കൊടുത്താണ് ക്യാമ്പിൽ ഇങ്ങനെ പണം വാങ്ങുന്നത്. കഴിഞ്ഞ 2 മാസമായി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ഠാക്കൂർ നഗറിലെ ഈ മതുവ മഹാസംഘ ഓഫീസ് വളരെ സജീവമാണ്. കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂറും സഹോദരൻ സുബ്രതയും ഉൾപ്പെടെയുള്ള BJP നേതാക്കളാണ് മതുവ തിരിച്ചറിയൽ കാർഡുകളും ഹിന്ദു തിരിച്ചറിയൽ കാർഡുകളും വിതരണം ചെയ്യാൻ ഇങ്ങനെയൊരു ക്യാമ്പിലെ പ്രവർത്തനങ്ങളും ആരംഭിച്ചത്. മറ്റൊരു BJP MLAയും സമാനമായ സ്വതന്ത്ര ക്യാമ്പ് നടത്തുന്നുണ്ടത്രേ. മതുവ കമ്മ്യൂണിറ്റിയെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ദളിത് ഹിന്ദു വിഭാഗമാണിവർ. വളരെ കാലമായി പൗരത്വ പ്രശ്നം അനുഭവിക്കുന്നവർ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവർ. BJP സംസ്ഥാനത്തുടനീളം 700-ലധികം ഇത്തരത്തിലുള്ള CAA ക്യാമ്പുകൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയിൽ പലതും ഠാക്കൂർ നഗർ, ഗൈഘട്ട, ഹബ്ര, പാൽപ്പാറ തുടങ്ങിയ വലിയ തോതിൽ മതുവ ജനസംഖ്യയുള്ള സമുദായ വോട്ടുകൾ സ്വാധീനം ചെലുത്തുന്ന പ്രദേശങ്ങളിലാണ് ഉയർന്നുവന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം CAAക്കു കീഴിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി പ്രതിദിനം ശരാശരി 500-ലധികം ആളുകൾ ഞങ്ങളുടെ ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട് എന്ന് BJP ബംഗാൾ സംസ്ഥാന കമ്മിറ്റി പറയുന്നു. ഇങ്ങനെ ഹിന്ദു കാർഡ് വിതരണം ചെയ്യുന്ന ക്യാമ്പുകളിൽ CAA ഫോം ഫിൽ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഫോണിലൂടെ സ്വന്തം രേഖകൾ അപ്ലോഡ് ചെയ്യാം. പക്ഷേ അതിനു പകരം എന്തിനാണ് ഈ ക്യാമ്പിലേക്ക് വരുന്നതെന്ന ചോദ്യത്തിന് ഇവിടെ ആരുടെയും ഫോമുകൾ നിരസിക്കപ്പെടുന്നില്ല എന്നാണ് മറുപടി. ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് 20 രൂപ ഈടാക്കുന്നു. തുടർന്ന് അപേക്ഷ സമർപ്പിക്കൽ. ഈ സേവനത്തിന് ഒരാൾക്ക് 800 രൂപ ചിലവാകും. പകരമായി മതുവ മഹാസംഘ ബാനറിന് കീഴിലുള്ള BJP പ്രവർത്തകർ അവർക്ക് ഹിന്ദു സർട്ടിഫിക്കറ്റ് നൽകുകയും അപേക്ഷ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ആവശ്യമായ രേഖകളുടെ പട്ടിക ക്യാമ്പിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. 2014 ഡിസംബർ 31 മുമ്പ് ബംഗ്ലാദേശിൽ താമസിച്ചതിന്റെ തെളിവ്, ആധാർ, ഇങ്ങനെ നിരവധി രേഖകൾ അടങ്ങിയ ലിസ്റ്റിൽ ഹിന്ദു സർട്ടിഫിക്കറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് എന്താണ് BJPക്ക് CAA ക്യാമ്പ് നടത്താൻ ഇത്ര ഉത്സാഹം? പൗരത്വ ഭേദഗതി നിയമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തുന്ന SIRുമായി ബന്ധിപ്പിക്കാൻ BJP ശ്രമിക്കുകയാണ്. അതുകൊണ്ടുതന്നെ ഈ ശ്രമങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്കും ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് 24 പർഗനാസ്, നാദിയ പോലുള്ള അതിർത്തി ജില്ലകളിൽ ഈ ആശങ്ക വർദ്ധിക്കുകയാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടും മതുവകൾക്ക് തങ്ങൾ ബംഗ്ലാദേശിൽ നിന്നാണ് വന്നതെന്ന് പറയാൻ വലിയ വിമുഖതയുണ്ട്. അങ്ങനെ പറയുന്നവരോട് ദേഷ്യമുണ്ട്. അതിന്റെ പേരിൽ ആളോരോരുത്തരോട് 800 രൂപ വീതം പിരിച്ചെടുക്കുന്നതിൽ അമർഷമുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാണ്? BJP പറഞ്ഞതെല്ലാം അനുസരിക്കുക. അനുസരിച്ചില്ലെങ്കിൽ അവർ നമ്മളെ ബംഗ്ലാദേശിലേക്ക് തള്ളിവിടുമത്രേ. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ ഭയം തുടങ്ങും. തെരഞ്ഞെടുപ്പുകൾ തന്നെ ഒരു ഭീകരത പോലെ തോന്നുകയാണ് മതുവ വിഭാഗക്കാർക്ക്. SIR മുന്നിൽ കണ്ട് 800 രൂപക്ക് പൗരത്വം വിതരണം ചെയ്യുന്ന BJP ക്യാമ്പുകൾ. ജനാധിപത്യ ഇന്ത്യക്ക് ഇതിൽ പരം പരിഹാസം പിന്നെന്ത് ലഭിക്കാനാണ്?